മുക്കം നീലേശ്വരം ഹൈസ്കൂളിൽ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചതായി പരാതി. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ മർദ്ദിച്ചുവെന്നാണ് പരാതി. ആക്രമണത്തിൽ 9ാം ക്ലാസ്സുകാരനായ 3 വിദ്യാർത്ഥികൾക്ക് തലയ്ക്കും മൂക്കിനും ഗുരുതര പരിക്കേറ്റു. പരിക്കേറ്റ വിദ്യാർത്ഥികളെ അധ്യാപകർ ആശുപത്രിയിലേക്ക് എത്തിക്കാനും വൈകിയെന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് മുക്കം നീലേശ്വരം ഹൈസ്കൂളിലെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ മർദ്ദിച്ചത്. രാവിലെ 11 മണിക്കുള്ള ഇടവേള സമയത്ത് 10ാം ക്ലാസ്സിലെ 3 വിദ്യാർത്ഥികൾ എത്തി 9ാം ക്ലാസ്സുകാരനും നീലേശ്വരം സ്വദേശിയുമായ വിദ്യാർത്ഥിയോട് ഷർട്ടിന്റെ ബട്ടൺസ് ഇടാൻ പറയുകയും വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് അധ്യാപകനെ കണ്ട 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോവുകയും പിന്നീട് ഉച്ചഭക്ഷണത്തിന്റെ സമയത്ത് വീണ്ടും എത്തി നീലേശ്വരം സ്വദേശിയായ വിദ്യാർത്ഥിയെയും 2 സുഹൃത്തുക്കളെയും 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പരാതി. മർദ്ദനത്തിൽ നീലേശ്വരം സ്വദേശിയായ 9ാം ക്ലാസ്സുകാരന് തലയ്ക്കും മറ്റു 2 സുഹൃത്തുക്കൾക്ക് മൂക്കിനും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമാണ് പരിക്കേറ്റത്. ഇന്നലെ 11:30 ആകുമ്പോൾ കുടുക്കിടിയില്ല അങ്ങനെ ഓരോന്ന് പറഞ്ഞ് തല്ലി. എന്താ പറയുന്നത്, കുടുക്കിടണോ അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ഇങ്ങനെ ഉന്തി കൈമ തല്ലി അങ്ങനെ തല്ലി ഓര് പോയി. പിന്നെ ഉച്ചക്ക് 1:30 ആകുമ്പോൾ പിന്നെ ഓരോന്ന് തല്ലി കളിച്ച് പിന്നെ ഒരു മൂലയിൽ പോയിട്ട് എല്ലാരും കൂടി തല്ലി സാറ് വരുന്ന കണ്ടോല് ഓടിപ്പോയി. ഓല് ഓരോന്നൊക്കെ പറയുന്നുണ്ട്, കുടുക്കിടണോ, കുടുക്കയച്ച് നടക്കരുത്, അങ്ങനെ ഷൂ ഇടണോ, അങ്ങനെ ഇടരുത് എന്നൊക്കെ പറയുന്നുണ്ട്. നേരത്തെയും നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് മർദ്ദിക്കാറുണ്ടെന്നും മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾ പറയുന്നു. അവൾ ആദ്യം ഇങ്ങനെ ഉന്തിയിട്ട് ഇങ്ങനെ പോയി, നീ തല്ലലൊക്കെ ചെറുതായിട്ട്. ഇന്നിപ്പോ എല്ലാരും കൂടി വന്ന് തച്ചുന്നല്ലേ. അക്ബറും ഹിഷാമും ഒക്കെ ഇനി മെയിനായിട്ട്, അഫ്നാസും ഒക്കെ മെയിനായിട്ട് തല്ലുക. പിന്നെ എല്ലാരും കൂടി കയറി തല്ലും, പിന്നെ അങ്ങനെ കാണൂല എല്ലാരും. എന്നാൽ ഒരു സംഘം വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച വിദ്യാർത്ഥികളെ അധ്യാപകർ ആശുപത്രിയിൽ കൊണ്ടുപോവാതെ മർദ്ദിച്ച വിദ്യാർത്ഥികളെയും മർദ്ദനമേറ്റവരെയും മാറ്റി നിർത്തി ചോദ്യം ചെയ്യുകയായിരുന്നുവെന്നും പിന്നീട് രക്ഷിതാക്കളെത്തിയാണ് മർദ്ദനമേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. സ്കൂളിന്റെ ഭാഗത്ത് വീഴ്ച എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഇങ്ങനെ ഈ 3 കുട്ടികളെ 20 വിദ്യാർത്ഥികളെ മർദ്ദിച്ച് അവശരാക്കിയതിനു ശേഷം കുട്ടിയെ നല്ല പരിക്കാണ്. അപ്പോൾ ഒരു അധ്യാപകനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു അടിപിടി ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ എവിടെ ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ ഷോപ്പിലുള്ള കോഴിക്കോട് ആണ് എൻ്റെ ഷോപ്പ്. അവിടെ ഞാൻ വണ്ടി എടുത്ത് വന്ന് വൈഫിനെയും കൂട്ടിയിട്ട് നേരെ സ്കൂളിൽ എത്തിയ സമയത്ത് 20 വിദ്യാർത്ഥികളെ മാറ്റി നിർത്തിയിട്ട് ഈ അടി കിട്ടിയ 3 വിദ്യാർത്ഥികളെ മാറ്റി അധ്യാപകൻ സുഖം ചെയ്തുകൊടുക്കുകയാണ്. ഈ പരിക്ക് പറ്റിയ വിദ്യാർത്ഥികളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും സ്കൂളുകാർ ശ്രദ്ധിച്ചിട്ടില്ല. അവർ പറഞ്ഞ് കേസാക്കണേ, കേസിന് മുമ്പ് കുട്ടി ആരോഗ്യമല്ല നോക്കേണ്ടത്. സംഭവത്തിൽ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ മുക്കം പോലീസിൽ പരാതി നൽകുകയും പോലീസ് എത്തി കുട്ടികളുടെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് കുട്ടികൾ തമ്മിലുള്ള വാക്കുതർക്കത്തെ തുടർന്ന് ഉണ്ടായതാണെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. സ്കൂൾ പ്രധാന അധ്യാപികയും മുക്കം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മുക്കം.